ഹായ് ദയാച്ചു. ഇപ്പോഴത്തെ ഗൈസ് ദയാച്ചുവിനെ കുറിച്ച് കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. എന്നെ കുറിച്ചാണ് വീഡിയോസ്. ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാതിരിക്കല്ലേ? പറയൂ മോളെ, പറയൂ. പറഞ്ഞു കഴിഞ്ഞാല് ഇവളുടെ പാവാട പള്ളികൾ വന്നിട്ട് എനിക്കിട്ട് നല്ല താങ്ങുകയാണ്. അല്ല, ഇവള് സുധിച്ചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരു പിടി വാരി കൊടുക്കണത് ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല ഗൈസ്. കാരണം രേണു ചേച്ചിന്റെ അടുത്തും പറഞ്ഞ കാര്യം, നിങ്ങൾ എന്തെങ്കിലും വാരി കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് വെക്കായിരുന്നു. കാരണം ദയാച്ചു നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. കാരണം ദയാച്ചു ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. സുധിച്ചേട്ടൻ ഒരു പിടി ചോറ് വാരി കൊടുക്കുന്നത് ദയാച്ചു കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കോഴിക്കോട് ഭാഗത്ത് കയറി കള്ളം കയറുന്നുള്ള ഒരു പരാതിയൊക്കെ നിങ്ങൾ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സീന് വന്നിട്ട് പിടിക്കാമെന്നാണ്. അപ്പൊ വാരി കൊടുക്കുന്നത് കണ്ടില്ല എന്നാണ് നമുക്കൊരു പറയുന്നത്. ബാക്കി കേൾക്കാം ഗൈസ്. വിളിക്കണ പോലെ നിൽക്കുന്ന ഇവന്റെ ഭാര്യക്ക് വാരി കൊടുക്കുന്നത് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ? ഗൈസ്, കാരണം പറയാം, എനിക്ക് തോന്നുന്നു ഈ ആളുടെ പോലത്തെ സ്വഭാവം നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്നു. കാരണം വേറൊരാളുടെ ബെഡ്റൂമിൽ കയറിയിട്ട് അണ്ണാക്കും തുറന്നിട്ട് ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നുള്ള സ്വഭാവം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കില്ലാന്ന്. എനിക്ക് തോന്നുന്നു മേഡത്തിന് ഉണ്ട് എന്ന്. കാരണം അതുകൊണ്ടാണ് മേഡം അണ്ണാക്ക് തുറന്ന് നോക്കി ബിഗ് ബോസിൽ വന്നു. ബിഗ് ബോസിന്റെ അടുത്ത് നാട്ടുകാരെടുത്ത് വെളിയിൽ കളഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി ഇത് വെറും മൊണ്ണയാണെന്നുള്ളത്. ഓക്കെ, ഇതിനെ കൊണ്ട് കാര്യമില്ല എന്ന് ആൾക്കാർക്ക് മനസ്സിലായി. ചെയ്യത്തില്ല. അതേപോലെ ഇപ്പൊ ഞാൻ പറയണേ, ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാളെടുത്ത് പണ്ടാറടങ്ങുന്നവരെ ഇവള് വാരിയും കൊടുക്കും. ഇവൻ മുതല ഗൈസ്, ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ സാധനം ഇതിന്റെ ഫാമിലി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്വഭാവം കാരണം കൊണ്ട് ഇതിനെ ഒഴിവാക്കി പോയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ള സാധനത്തിനെ കുടുംബത്തിലല്ല, ഒരു 3-4 വീടിന്റെ അപ്പുറത്ത് കയറ്റാൻ കൊള്ളില്ല. ഇതാണ് ഓക്കെ ഈ ഒരു സംഭവം. അപ്പോ ബാക്കി കേൾക്കാം.